അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിലെ താരയിലെ പാഠം 3ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അതിലേറെ ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. അപ്പൊ ഈ 10 അശ്റൽ മുബശ്ശിരീങ്ങളുടെ ഖബർ, കുടുംബം, മരണം, വയസ്സ് അത് മാത്രമേ 3ാം പാഠത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അശ്റത്തുൽ മുബശ്ശിരീങ്ങളുടെ മരണപ്പെട്ട സ്ഥലം, കൊലപ്പെടുത്തിയതാര്, കൊല്ലപ്പെട്ട യുദ്ധം, മരണകാരണം എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. മുൻപ് 1, 2, 3 അങ്ങനെ 9 വരെയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇപ്പൊ നമുക്ക് പാഠം 3ലേക്ക് നോക്കാം. അശ്റത്തുൽ മുബശ്ശിരിയ. അശ്റത്തുൽ മുബശ്ശിരിയിൽ ഒന്നാമത്തെ ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു തൈം, മരണം ഹിജ്റ 13, വയസ്സ് 63, ഖബർ ഹുജ്റത്തുൽ ഷരീഫ. അപ്പൊ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട സ്ഥലം, കൊലപ്പെടുത്തിയത്, കൊല്ലപ്പെട്ട യുദ്ധം, മരണകാരണം അത് ഇതിൽ പറഞ്ഞിട്ടില്ല. ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു അദിയ്യ്, മരണം ഹിജ്റ 23, വയസ്സ് 63, ഖബർ ഹുജ്റത്തുൽ ഷരീഫ്. ഉമർ റളിയല്ലാഹുവിന്റേതും ഈ 4 കാര്യങ്ങൾ തന്നെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേത് കുടുംബം ബനു ഉമയ്യ, മരണം ഹിജ്റ 35, വയസ്സ് 83, ഖബർ ജന്നത്തുൽ ബഖിയ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഈ 4 കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ കുടുംബം ബനു ആഷിം, മരണം ഹിജ്റ 40, വയസ്സ് 63, ഖബർ കൂഫയില്. അപ്പൊ അലി റളിയല്ലാഹുവിന്റെയും ഇത്ര 4 കാര്യങ്ങളാണ് ഈ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. അപ്പം ഇവരത് ഇത്രയുള്ളത് പറയാൻ കാരണം മുൻപത്തെ ക്ലാസ്സിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരതാണ് ഈ വീഡിയോയിലായിട്ട് പറയണത്. അപ്പൊ സഅദ് റളിയല്ലാഹുവിന്റെ നമുക്ക് നോക്കാം. സഅദ് റളിയല്ലാഹുവിന്റെ കുടുംബം ബനു സുഹ്റ, മരണം ഹിജ്റ 55, വയസ്സ് 80, ഖബർ ജന്നത്തുൽ ബഖിയ. മരണപ്പെട്ട സ്ഥലം മദീനയുടെ പുറത്ത്. പങ്കെടുത്ത യുദ്ധം, എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അടുത്തത് സഹീദ് റളിയല്ലാഹു അൻഹു. കുടുംബം ബനു അദിയ്യ്, മരണം 51, വയസ്സ് 70, ഖബർ ജന്നത്തുൽ ബഖിയ. മരണപ്പെട്ട സ്ഥലം ഹഖീഖ് എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ബാക്കി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹുവിന്റെ കുടുംബം ബനു അസദ്, മരണം ഹിജ്റ 36, വയസ്സ് 64, ഖബർ ബസറ. മരണപ്പെട്ട സ്ഥലം വാദി സിബാഇ എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഹംറൂബിനു ജർമൂദ് ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അദ്ദേഹം പങ്കെടുക്കാത്ത യുദ്ധം ജമൽ യുദ്ധം. ജമൽ യുദ്ധത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല, ബാക്കി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അടുത്തത് ത്വൽഅത്ത് റളിയല്ലാഹു അൻഹു. ത്വൽഅത്ത് റളിയല്ലാഹുവിന്റെ കുടുംബം ബനു തൈം, മരണം ഹിജ്റ 36, വയസ്സ് 64, ഖബർ ബസറ. അദ്ദേഹം മരണപ്പെട്ട മാസം ജുമാദൽ ഉഹ്റ 25. ത്വൽഅത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട മാസം ജുമാദൽ ഉഹ്റ 25. ജമൽ യുദ്ധത്തിലാണ് അദ്ദേഹം വഫാത്തായത്. ത്വൽഅത്ത് റളിയല്ലാഹു അൻഹു പങ്കെടുക്കാത്ത യുദ്ധം ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിൽ ത്വൽഅത്ത് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു സഹീദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന്. അതുപോലെ തന്നെ ത്വൽഅത്ത് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അടുത്തത് അബു ഉബൈദ് റളിയല്ലാഹു അൻഹു.
അബു ഉബൈദ് റളിയല്ലാഹുവിന്റെ കുടുംബം ബനു ഫിഅർ, മരണം ഹിജറ 18, വയസ്സ് 55, ഖബർ ഉറുദുന്. മരണപ്പെട്ട സ്ഥലം ജോർദാനിലെ ബൈസാനിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണ കാരണം പ്ലേഗ് രോഗം വന്നിട്ടാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹം പങ്കെടുക്കാത്ത യുദ്ധം ഒന്നു തന്നെ ഇല്ല. എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ കുടുംബം ബനു ഫിഅർ, മരണം ഹിജറ 32, വയസ്സ് 72, ഖബർ ജന്നത്തുൽ ബഖിയ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ ജനാസ നിസ്കാരം ഉസ്മാൻ റളിയല്ലാഹുവിനാണ് നടത്തിയത്. ഉസ്മാൻ റളിയല്ലാഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സഹീദ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആണ്. ജമൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് സുബൈർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അപ്പൊ പങ്കെടുക്കാത്തത് ആരൊക്കെന്ന് ആദ്യം പഠിച്ചു വെക്കുക, ഏത് യുദ്ധത്തിലാന്നുള്ളത്. അപ്പൊ ചോദ്യം വരുമ്പോൾ ശരിക്ക് കിട്ടും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.